ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല വാഹനങ്ങളുടെ സൗണ്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ജാനകി അമ്മയുടെ നാടൻ ഭക്ഷണശാലയിലാണ്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. സമയമാണെങ്കിൽ സമയം 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുത്തെ ബെഞ്ചിൽ കയറി ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. സമയം പോകുന്നേ ഇല്ല, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചായ കൊണ്ട് വെച്ചു കേട്ടോ അവിടുത്തെ ഒരു അമ്മ. അപ്പോൾ അത് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ജാനകി അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജാനകി അമ്മ വയ്യാതിരിക്കുകയാണെന്നാണ് അവിടെ പറഞ്ഞു കേട്ടോ. നല്ല തൂശൻ വാഴയിലയിൽ ചോറ് വിളമ്പി അതിനോടൊപ്പം സാമ്പാറും പപ്പടവും മത്തി വറുത്തതും ബീൻസ് ഉപ്പേരിയും മുട്ടക്കോസ് പൊരിയലും നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, വെണ്ടയ്ക്കയും കുമ്പളങ്ങയും പരിപ്പും തേങ്ങ കരച്ച് ചേർത്ത നല്ല കുറുകുറാന്നിരിക്കുന്ന സാമ്പാറും ചോറും കൂടി ഫ്രണ്ട്സ് ഞാനങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ആ സാമ്പാറും ചോറും ഒക്കെ കൂടി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. കുറച്ച് പൊരിയൽ എടുത്തു കേട്ടോ, മുട്ടക്കോസിൻ്റെ പൊരിയൽ. അതും കൂടി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ നാരങ്ങ അച്ചാറാണെങ്കിൽ പറയാനില്ല, ഉപ്പിൻ്റെ അളവും എരിവൊക്കെ പാകത്തിനായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ കഴിക്കുകയായിരുന്നു കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ബീൻസ് ഉപ്പേരി അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് എടുത്ത് കുറച്ച് സാമ്പാറും ബീൻസ് ഉപ്പേരിയും ചോറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അവിടുത്തെ ചേച്ചി പെട്ടെന്ന് തന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ കുറച്ച് പപ്പടവും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ചോറും കുറച്ച് ബീൻസ് ഉപ്പേരിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു ഞാൻ. ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഇവനെന്താ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ വലത്തെ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അത് ക്യാമറയുടെ ലെൻസിൽ ഇടത്തെ കൈയായിട്ട് തോന്നുന്നത് കേട്ടോ. അത് മൊബൈൽ ക്യാമറയുടെ ലെൻസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. എല്ലാ മൊബൈലിലും ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ അതാണ് അങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു ഫ്രണ്ട്സ്. ഇവിടുത്തെ കുമ്പളങ്ങയാണെങ്കിൽ അടിപൊളിയായിട്ട് വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. സാമ്പാറിലൊക്കെ ഞാൻ കുമ്പളങ്ങ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും കുമ്പളങ്ങയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചോറും വെണ്ടയ്ക്കയും കുമ്പളങ്ങയും സാമ്പാറൊക്കെ കൂടി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുത്തെ ഭക്ഷണം. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ മടുക്കും, കാരണം ഭക്ഷണം ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ഉപ്പ് കൂടുതലുണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല കേട്ടോ. കറക്റ്റ് പാകത്തിനാണ് അവർ, കറക്റ്റ് അളവിനാണ് എല്ലാം ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രുചിയുണ്ടായിരുന്നു കേട്ടോ ഈ ഭക്ഷണത്തിന്. ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് വറുത്തരച്ചിട്ടാണ് സാമ്പാർ വെക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു മണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രുചിയുള്ള സാമ്പാറും ചോറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു ഞാൻ. കാരണം ഇതേപോലെയുള്ള സാമ്പാർക്ക് ചില ഹോട്ടലുകളിൽ നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവർ വറുത്തരയ്ക്കാനും ഒന്നിനും നിൽക്കത്തില്ല, വേഗം എടുത്തിട്ട് ചട്ടപ്പെട്ടൊന്ന് സാമ്പാറാക്കിയിട്ട് നമുക്ക് തരും. ചില ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മത്തനിട്ട് കിണ്ടിയിട്ടായിരിക്കും നമുക്ക് ഭക്ഷണം സാമ്പാർ തരിക. അതൊന്നും കഴിക്കാൻ വായി വെക്കാനും കൂടി പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ഒരു ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് തന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാനായിട്ട് ആയി. നമ്മുടെ ഇല ഏകദേശം കാലിയാവാനായിട്ടാണ്. പിന്നെ കുറച്ചുണ്ടായിരുന്ന ചോറും സാലഡും അച്ചാറും മുട്ടക്കോസ് പൊരിയലും ഒക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം വയറ് നിറഞ്ഞു. ഇനി കുറച്ച് ചോറ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ചിങ്ങനെ കഴിച്ചു കേട്ടോ. കഴിയാറായി നമ്മൾ. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇല മടക്കിയിട്ട് കാണാം. ഫ്രണ്ട്സ്, ഇവിടെ വാഹനങ്ങളുടെ ഭയങ്കര സൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. ബാക്കിയുള്ള വിശേഷം ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ ഈ ചേച്ചിയോട് ചോദിച്ചറിയാം. സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്രയായി ഇത് തുടങ്ങിയിട്ട്? ജാനകിമ്മ എന്താണ് ഹോട്ടലിൽ ഇപ്പോൾ നടത്താത്തത്? വയസ്സായില്ലേ? എന്റെ ചേച്ചിയാണ് കൂടെ നമുക്ക് നോക്കാറ്. ഞങ്ങൾ പറഞ്ഞു കഴിച്ചവരൊക്കെ ഭക്ഷണം കുഴപ്പമില്ലായിരുന്നവരൊക്കെ വരുന്നുണ്ട്. ഒരു 3 കിലോ അരിൻ്റെ തുടക്കമായതുകൊണ്ട് 3 കിലോ അരി വെച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അത്രയും. എന്തൊക്കെയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്? മീന്, പിന്നെ മീൻ
വറുത്ത ഐറ്റംസ് ആംലേറ്റ് ഇട്ട് കൊടുക്കും. അവരെന്താണോ ചോദിക്കുന്നത് ആ ഭക്ഷണം കൊടുക്കും. കറിയാണെങ്കിൽ ഒരു 3 വരെ കറി വെക്കും. ഇതിപ്പോ തുടങ്ങിയിട്ട് നിങ്ങൾ എത്രയും 1.5 മാസമായില്ലേ? പേര് നിങ്ങളുടെ? സൗദാമണി. അമ്മന്റെ തങ്കമണി. ഞാനും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മേലേത്ത് പാവളോ ബ്ലോക്കിലാണ് പണി. അപ്പൊ എൻ്റെ മേൽ നടത്തുകയാണെങ്കിൽ എൻ്റെ മേൽ നടത്തിക്കോ, എൻ്റെ മേൽ ഇരുത്തിക്കോ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയ്ക്കൊരു ചെലവിനാണെങ്കിൽ ഞാൻ അമ്മ എന്താ പറയുന്നത് ഞാൻ അത് തരാം എന്ന് പറഞ്ഞു. അമ്മേന്റെ തല്ലിനോടുകൂടി എൻ്റെ മേൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അമ്മയും ജാനും അമ്മയും അമ്മന്റെ മകനും മരുമകളും ചേച്ചി തുടങ്ങിക്കോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ആ പണിക്കൊന്നും ഞങ്ങൾ നിൽക്കില്ലായിരുന്നു. എൻ്റെ പണി നോക്കി ഞാൻ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അയ്യമ്മന്റെ മനസാക്ഷി പറഞ്ഞല്ലോ അയ്യമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. അതുപോലെ കഴിക്കുന്നത് 50 കൊടുത്തു. മീൻ വറുത്തതിന് വേറെ തരും, ആംലേറ്റിന് വേറെ, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർസൽ പറഞ്ഞ ഓർഡറൊക്കെ എടുക്കണ്ടായിരുന്നു, ചെറിയൊരു ഓർഡറൊക്കെ എടുക്കണ്ടല്ലേ? ഞങ്ങളിപ്പോ തുടങ്ങിയത് കൊണ്ട് ഒരാൾക്കാർ തരുമോ ചോദിച്ചിട്ട് വരുന്നില്ല, അത്ര തന്നെ. അല്ലാതെ തുടക്കമായതുകൊണ്ട് പിന്നെ അതിൽ രാവിലെ ടിഫനുണ്ട്, ദോശ, ഇഡ്ഡലി, അപ്പം, പിന്നെ എണ്ണക്കടി എന്തെങ്കിലും ആണെങ്കിൽ ആവശ്യപ്പെട്ടവര് പണിയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എത്ര പേര് വന്നാലും നിങ്ങൾ ഭക്ഷണം കൊടുക്കും? എത്ര ആള് വന്നാലും നമ്മൾ കൊടുക്കും, ഇല്ല പറയില്ല. വൈകുന്നേരം പറയണം, ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഓക്കെ. നിങ്ങളുടെ നമ്പർ എന്താ വെച്ചാൽ അത് പറഞ്ഞോളൂ. ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. മൊബൈൽ നമ്പർ 95 67 25 08 20. ഭക്ഷണത്തിനുള്ള ചെലവ് ഒന്നും തടയണമൊന്നുമില്ല. എങ്കിലും വരുന്നവർക്ക് നീറ്റായി കൊടുക്കണല്ലോ, ലാഭം ഉണ്ടോ ഇല്ലയോ. അത് നാടൻ ഭക്ഷണം കലർക്കൊന്നും ഇല്ലാണ്ട് കൊടുക്കുക അല്ലെ? ഞങ്ങള് ഗ്യാസ് വെക്കുകയോ ഒന്നുമല്ല, അടുപ്പിൽ തന്നെ വെച്ച് ഞങ്ങൾ നാടൻ ഭക്ഷണമായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ഇല്ലെങ്കിലും നമുക്കിപ്പോ ഒരു കൂലി ഇല്ലെങ്കിലും 10 ആൾക്ക് കൊടുക്കുന്നത് കൊണ്ട് വിഷയമല്ല എന്ന് തോന്നിയിട്ട് ഞങ്ങളത് തുടങ്ങിയതാണ്. ഇനിയൊരു നമ്മൾക്കാണ് ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തതിനുള്ള കൂലി കിട്ടട്ടെ ദൈവത്തിന്റെ അടുത്ത്, അത് മാത്രം. നമ്മളിപ്പോ 600 കിട്ടട്ടെ വേണ്ടി നമ്മൾ തുടങ്ങിയതൊന്നും അല്ല. ലാഭമില്ലാത്ത ലാഭമില്ലാത്തതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കഴിക്കുന്നവർക്ക് നമ്മളെ കഴിച്ചിട്ട് പോവുക. കഴിക്കുന്നവര് ആരും കുറ്റപ്പെടുത്തിയിട്ട് പോയിട്ടില്ല, കഴിച്ചിട്ട് പോവുക. കഴിച്ചത് നന്നായിട്ടുണ്ട് പറഞ്ഞത്. അപ്പൊ ടൂർ പോണവര് മുഴുവനും വരുന്നവര് 2 വണ്ടികളാണെങ്കിലും വന്നു ആവും നന്നായിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് 10 രൂപ കൈ തന്നിട്ടാണ് പോണത്. 10 രൂപ ഞങ്ങൾ കൊടുക്കണതിന് ഞങ്ങൾ 60 രൂപ അവര് 60 രൂപ അവര് ഈ 60 രൂപയ്ക്ക് ഈ ചോറ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈ തന്നിട്ടാണ് അതിൽ പോണത്. അതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ. അത് മാത്രമേ ഞങ്ങൾക്ക് നന്നായി അതിലുണ്ടാവും, നന്നായി വരട്ടെ എന്ന് മാത്രമേ.